ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്തെന്ന് പറയാം നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ കൂലി. എല്ലാവരും വാങ്ങ ലോകേഷ് പണ്ണ പോതെന്നാണ് சொல்ல പോരാ. അതെ, കൂലിയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു കൂലി. കാരണം വേറെ ഒന്നല്ല, ലോകേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഒരുവിധമൊക്കെ നമ്മളെ നിരാശപ്പെടുത്താതെ തന്നെ അത്യാവശ്യം നെഞ്ചും വിരിച്ച് ഇറങ്ങാൻ പറ്റാവുന്ന തരത്തിലുള്ള പടങ്ങളൊക്കെ തന്നെയാണ്. എക്സാമ്പിൾ LCU എന്ന് പറയുന്ന കൺസെപ്റ്റ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് കൊണ്ടുവരുമോ, LCUയുടെ കൺസെപ്റ്റ് ആണോ എന്ന് കൂലി നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എന്താ പറയുക, ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഇഷ്ട നടന്മാർ ആരെങ്കിലും ക്യാമറ റോൾ വരുന്നുണ്ടോ, സാക്ഷാൽ അമീർ ഖാൻ അടക്കം ഗസ്റ്റ് റോൾ വരുന്ന ചിത്രം. നമുക്ക് കൂലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ കൂലിയെക്കുറിച്ച് പറയുമ്പോൾ ഡയറക്ഷനും സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത് ലോകേഷ് കനകരാജാണ്. സൺ പിക്ചേഴ്സാണ് നിർമ്മാണം. അതുപോലെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ രജനികാന്ത് കൂടാതെ സത്യരാജ്, മലയാളത്തിൽ നിന്ന് സോബിൻ സാഗർ, ഉപേന്ദ്ര, നാഗ അർജുന, അമീർ ഖാൻ തുടങ്ങിയ ഒരുപാട് താരങ്ങളുള്ള പ്രത്യേകതയുണ്ട്. അനിരുദ്ധാണ് മ്യൂസിക്. അപ്പോൾ ഇത്രയേറെ ക്വാളിറ്റി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ ഒരു ചിത്രം വിശേഷിക്കുന്ന തരത്തിലായിരുന്നു. കാരണം എല്ലാ ലാംഗ്വേജിൽ നിന്നും നല്ല സൂപ്പർ താരങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ട്രെയിലറാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രതീക്ഷയൊക്കെ തരുന്ന തരത്തിലായിരുന്നു ട്രെയിലർ നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കി വെച്ചത്. പക്ഷേ കൂലിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞ 5 പൈസ കൂലി എന്ന് പറയുന്ന പറയാറ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഒരു ഗുണമേന്മയും ഒന്നും തന്നെ പടത്തിനില്ല. വളരെ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. നമുക്കതിലോട്ട് പതിയെ വരാം. ദേവ എന്ന് പറയുന്ന പഴയകാല ഒരു കൂലി 35 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഫീൽഡിലോട്ട് വരുന്നു. അല്ലെങ്കിൽ 30 വർഷം എല്ലാം മറന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദേവ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സ്വന്തം സുഹൃത്തിന് ഒരു അപകടം സംഭവിക്കുന്നു. അത് ആരാണ് അതിൻ്റെ പിന്നിൽ തേടി വരുന്നതാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ട്രെയിലർ കണ്ടത് തന്നെയാണ് പൂർണ്ണമായിട്ടും അത് തന്നെയാണ് കഥയിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. യാതൊരു തരത്തിലുള്ള മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ ദഹിപ്പിക്കുന്ന പരിപാടി, ഗോൾഡ് പരിപാടി കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ട് പ്രാവശ്യം മയക്കമേതിൻ്റെ പരിപാടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. മദ്യം കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഗോൾഡ്, അതായത് വില കൂടിയ വാച്ച്, അതുപോലെ തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ട്രെയിലിൽ തന്നെ വ്യക്തമാണ്. അത് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് സ്പോയിലറായാലും വേറെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ കണ്ടൻറ്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നിൽക്കുന്ന നമ്മുടെ കഥാനായകൻ നോർമലായിട്ട് അറിയാമല്ലോ എന്താണ് അതിൻ്റെ പിന്നിൽ, ആരാണെന്ന് അന്വേഷിച്ച് ഇറങ്ങുന്നത്. അതൊക്കെയാണ് പടത്തിൻ്റെ വന്നിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത വെച്ചാൽ രജനികാന്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. അതായത് ക്യൂളിംഗ് ക്ലാസ്, മാസ് ഡയലോഗോ പരിപാടി കാര്യങ്ങളും വളരെയധികം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുമോ ആ തരത്തിൽ തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ ദേവയുടെ ഇൻട്രോ ഒക്കെ, ദേവ എന്നാണ് രജനികാന്ത് അറിയുന്ന കഥാകൃത്തിൻ്റെ പേര്. അപ്പോൾ ദേവയുടെ ഇൻട്രോ ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സിമ്പിളാണെങ്കിലും ഒരു വെറൈറ്റി കണ്ടപ്പോൾ തോന്നി. കാരണം വലിയ ബിൽഡപ്പ് കാരണം കൊടുക്കുന്നത് സിമ്പിളായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ വെച്ചാൽ ഉപേന്ദ്ര ഇൻട്രോ സീൻസ് അത്യാവശ്യം നൈസായിരുന്നു. അതുപോലെ നാഗാർജുനൻ്റെ, അമീർ ഖാൻ്റെയും കൊള്ളാൻ പോകുന്നത് നല്ല ഇൻട്രോ ഒക്കെ ബിൽഡപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. ഞാൻ പറയല്ലോ ഹൈ ലോ തരത്തിലുള്ള പടം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിലോ ഏവറേജ് ഫസ്റ്റ് ഹാഫും പൂർണ്ണമായിട്ടും അതിനോട് ഫസ്റ്റ് ഹാഫ് തന്നെ ബിലോ ഏവറേജ് എന്ന തരത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അതിനോട് 100% രീതി പോലത്തെ സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു. അതിനേക്കാൾ വളരെ ദയാനികമായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിലൂടെയാണ് പടം ചെന്ന് അവസാനിക്കുന്നത്. ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പ്രകടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ ബെറ്റർ എന്ന് തോന്നുന്നു സുധിഹാസൻ്റെ റോളായിരിക്കാം. അത്യാവശ്യം നല്ല റോൾ തന്നെ ഇമോഷണൽ കാണിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനും. സുധിഹാസൻ അതുപോലെ തന്നെ നാഗാർജുന ഒരു കോമാളി പീസാക്കി കൊണ്ട് കളഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ സൗബിൻ്റെ ഒരു പയറായിട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം. ഒരു കന്നഡ നടിയാണ്, ഒരു പേരറിയില്ല. അതുപോലെ സബീൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് ഫാസിൽ എന്തുകൊണ്ടാണ് ഈ റോൾ ഒഴിവാക്കിയെന്ന് പൂർണ്ണമായിട്ടും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നല്ലൊരു തീരുമാനം തന്നെയാണ് ഫഹദ് ചെയ്തത്. അതിന് ഫഹദിന് മികച്ചൊരു കൈയ്യടി തന്നെ കൊടുക്കാം. കാരണം ആ തരത്തിലാണ് ഇതിൻ്റെ സബിൻ്റെ പ്രകടനമൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ ഡബ്ബിങ്ങൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ആക്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്പ്രഷൻസൊക്കെ ഇട്ട് എന്താ പറയുക ചളമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സത്യരാജ് ചെറിയ സ്പൈസിൽ അദ്ദേഹത്തിൻ്റെ റോളുള്ള ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഉപേന്ദ്ര ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം നൈസായിട്ട് തന്നെ ചെയ്തു. എണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ എടുത്ത് പറഞ്ഞാൽ അമീർ ഖാനാണ്. പക്ക ഒരു കോമഡി പീസാക്കി കണ്ടിട്ടുണ്ട്. അമീർ ഖാൻ വീഡിയോ കളിക്കാൻ വേണ്ടി വന്നതെന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ. എങ്ങനെ ബിൽഡപ്പാണ് കൊടുത്തിട്ടുള്ളത്. വല്ല 3/4 ട്രൗസറും പിന്നെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഒരു വരവുണ്ട്, ഫുൾ ടാറ്റൊക്കെ അടിച്ച് കുറേ നായനൊക്കെ പിടിച്ചിട്ട്. എന്നിട്ട് അണ്ണ ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ അടിച്ച് വലിക്കുന്നുണ്ട്. എനിക്ക് അത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഒരു കോമഡി പീസാക്കി കളഞ്ഞ് വരുന്നു. ഇത്രയും വലിയ ഒരു താരത്തിനെ കിട്ടിയിട്ട് പോലും ആക്ച്വലി യൂസ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ രജനികാന്ത് കുറിച്ച് പറയാമോ, അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ചെയ്യാവുന്ന റോള് ഒരു ഓക്കെ ലെവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ സീൻസൊക്കെ എടുത്ത് പറയണം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജനികാന്തിൻ്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ചെയ്യാവുന്ന തരത്തിലുള്ള വളരെ മോശമാക്കാതെ എന്താ പറയുക ഒരു ഏവറേജ് പ്രകടനത്തിൽ തന്നെ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ട്.
കാരണം അതിൻ്റെ പരിധികളുണ്ട്. വേറെ കേസ് ആക്ഷൻസും ഡാൻസൊക്കെ നല്ല രസമായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. ഇല്ല, ആക്ഷൻ സീൻസ് എടുത്ത് പറയാച്ചെങ്കിൽ അത്യാവശ്യം കൊള്ളാൻ വരുന്ന ഒരു ആക്ഷൻ സീൻസ് തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഒരു ഒരു കാറിൻ്റെ അവിടെ വെച്ച് ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതൊരു ഒക്കെ ലെവൽ തന്നെയായിരുന്നു. അതിനുശേഷം എന്താ പറയുക, ഒരു ലോഡ്ജ് ഇതിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. ഇതിൽ മേജിക് വുമനെ മാറ്റിയിട്ട് പവർ ഹൗസ് എന്നൊക്കെ ആക്കുന്നുണ്ട്. ഒരു മദ്യക്കുപ്പി പവർ ഹൗസും കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുത്തി കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു ഗുണമോ ഇമ്പാക്റ്റോ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു പാട്ടടി പരിപാടിക്ക് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ തുടക്കമൊക്കെ കൊള്ളാൻ പറയുന്നത്, പക്ഷെ അതൊക്കെ പിന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് യാതൊരു തരത്തിലുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള മ്യൂസിക് ആയതുകൊണ്ട് തന്നെ കേട്ട് അരോചകമായി തോന്നി. വലിയ സപ്പോർട്ടൊന്നുമില്ല. അതിൻ്റെ തന്നെ വെച്ചെടുക്കേണ്ട അതിൽ നിൽക്കട്ടെ. അവസാനം തജം എന്ന് പറഞ്ഞുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവസാനം കാണിക്കുന്നുണ്ട്. വല്ലാത്ത തജമായി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മ്യൂസിക്കൊക്കെ പറയുന്നത് വെച്ചാൽ വളരെ വീക്ക് ആയിട്ടുള്ള മ്യൂസിക് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായി എനിക്ക് പറയാനുള്ളത് തിരക്കഥ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷണലിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ പ്രതീക്ഷ കൈവച്ചിരിക്കുമല്ലോ ഏതൊക്കെ പടം ലോകേഷിൻ്റെ പടമാണെങ്കിലും. പക്ഷെ തിരക്കഥ വളരെ വീക്കായിട്ടുള്ള തിരക്കഥ തന്നെയാണ്. നമ്മൾ കണ്ട് മറന്നിട്ടുള്ള പഴകിയിട്ടുള്ള ഒരു ഫ്രഷ് തിരക്കഥ വീണ്ടും ഗ്ലാസ്സൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഫ്രഷ് ലെമായി വെച്ച് തന്നാൽ അങ്ങനെ ഇരിക്കും. അത് തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരോട് നീതി പുലർത്തുന്ന തിരക്കഥയെ വളരെ വീക്കായിരുന്നു. ഡയറക്ഷൻ ഒക്കെ ലെവലാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം. പടം സ്റ്റാർട്ടിങ് തന്നെ കയറി വരുന്നുണ്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഡ്യൂറേഷൻ, അതായത് തിരക്കഥയുടെ എഴുത്തിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂറിനടുത്തായിട്ട് ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്യൂറേഷൻ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ലാഗായിട്ട് അനുഭവപ്പെട്ടു. എങ്കിലും തട്ടിമുട്ടേക്ക് ഇൻ്റർവെല്ലൊക്കെ ഒരുപാട് തള്ളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ മനുഷ്യനെ വെച്ചാൽ നല്ല ഇതെല്ലാം ഒരുപാട് തള്ളും. കാരണം സീറ്റിൽ നിന്ന് എനിക്കില്ല വിക്രം പോലത്തെ ഇൻ്റർവെൽ ബ്ലോഗാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും എന്താ പറയുക, ഒരു പഞ്ചിങ് കിട്ടാത്ത തരത്തിലൊരു ഇൻ്റർവെൽ ബ്ലോഗ്, ഇതാണ് ഇൻ്റർവെൽ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു. ഒട്ടും തന്നെ ഒരു രോമാഞ്ചം എന്നൊക്കെ പറയുമല്ലോ, ആ സാധനം കിട്ടുന്നില്ല. അത് കുറച്ചുകൂടി ബെറ്ററാക്കി എടുക്കാൻ പറ്റുന്ന പല സീൻസ് മുന്നിൽ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എടുക്കുക ഒന്നുകൂടി രസമായേനെ. അതുപോലെ തന്നെ മോണിക്ക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ ടി വിയിലും മൊബൈലിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ടി വിയിൽ വരുമ്പോൾ അതും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒട്ടും തന്നെ ഒരു എനർജിക്ക് ആവാത്ത അല്ലെങ്കിൽ ആ പാട്ട് എന്തിനെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ആ പാട്ടും സീൻസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതും വളരെ മോശമായി തോന്നി. അതുപോലെ തന്നെ ഇതിൽ ഇമോഷണലായിട്ടൊരു ഡെത്ത് സീൻ മേടിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇമോഷണലി അത് ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അതുപോലെ ക്ലൈമാക്സിൽ വരുമ്പോൾ എൻഡി കാർഡിൽ കാണിക്കുന്ന ഒരു സോങ് ഉണ്ട്. അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. ബാക്കിയൊക്കെ ഒരു അപരാധം പിടിച്ച തരത്തിലായിരുന്നു അവർ ഒരുക്കി വെച്ചത്. അല്ലെങ്കിൽ എനിക്ക് ആപ്റ്റ് ആയില്ല. എനിക്ക് തോന്നുന്നു ലോകേഷിനെ പോലുള്ള ഒരു വ്യക്തിക്ക് പാസ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്സെപ്റ്റേഷൻ ഉണ്ടാവില്ല, അതെനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകേഷിൻ്റെ പടത്തിൽ മക്കൾ പാസം, തങ്കച്ചി പാസം, അണ്ണം പാസം, അതുപോലെ തന്നെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് പാസം, അല്ല എന്താ പറയുക കൂട്ടുകാരും പാസം, എല്ലാ പാസം കുത്തിക്കഴിച്ചുള്ള ഗംഭീരം പോലെ പായസ പരിവാക്കി. അതായത് നമ്മൾ നല്ല ജ്യൂസി എടുത്തിട്ടുള്ള ഒരു പായസം ഉണ്ടാവുമല്ലോ, പായസ പരുവത്തിലാക്കി. അതിൻ്റെ ഇടയ്ക്ക് അവസാന ഭാഗത്തുമ്പോൾ ഒരു കാജ ഇവിടേക്ക് വലിച്ച് സീരിയുടെ പൊടിനളിയ തജം. ബൈ.